ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ പരിപാടി ഞാനും അക്ബറും കൂടി കൊല്ലത്ത് സ്റ്റുഡിയോ വരെ ഒന്ന് പോവുക. നമ്മളൊരു 2:30 ആയപ്പോഴത്തേക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു ഉച്ച സമയത്ത് ഇറങ്ങിയത്, കാരണം തിരിച്ച് വന്നിട്ട് നമുക്ക് കളിക്കാനൊക്കെ പോകണമെന്നുള്ളത് നമ്മളൊരു 2:30 ആയപ്പോഴാണ് ഇറങ്ങിയത്. പോണ വഴിക്ക് വണ്ടിയിൽ പെട്രോൾ ഇല്ലാത്തതുകൊണ്ട് കയറി പെട്രോൾ അടിച്ച് നോക്കിയപ്പോഴത്തേക്കാണെങ്കിൽ വണ്ടിയിൽ എയറില്ല. അങ്ങനെ എയറും ചെക്ക് ചെയ്തതിന് ശേഷം എയർ അടിച്ചതിന് ശേഷം നേരെ നമ്മൾ കൊട്ടിയം വഴി നേരെ പോവുക. നമ്മൾ പോണ വഴിക്ക് അങ്ങോട്ടെല്ലാം 4 വരി പാതയുടെ പണിയെല്ലാം കിടിലായിട്ട് നടക്കുക. ബ്ലോക്കൊന്നും ഇല്ലാന്ന് വിചാരിച്ച് നിന്നതാണ്. അപ്പോഴത്തേക്കാണെങ്കിലോ ഒടുക്കത്തെ ബ്ലോക്ക് പിന്നെയാണ് കണ്ടത്. നമ്മളെ കൊട്ടിയം എത്താറാകുമ്പോഴേ ബ്ലോക്ക് തുടങ്ങുന്നത്. കൊട്ടിയത്തൊരു ജംഗ്ഷൻ ആയതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് തൊട്ട് കുറച്ച് മുമ്പോട്ട് ബ്ലോക്ക് എല്ലാം തുടങ്ങി. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ കൊട്ടിയം ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ അക്ബർ വണ്ടിയൊക്കെ ഓടിച്ച് നേരെ നമ്മൾ സ്റ്റുഡിയോയിലെത്തി. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി. ഇതാണ് നമ്മളെ കൊല്ലം സ്റ്റുഡിയോ. നേരെ അകത്ത് കയറി ഷോപ്പിംഗ് തുടങ്ങി. പെരുന്നാളിൻ്റെ തലേദിവസം ആയതുകൊണ്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ സ്റ്റുഡിയോയിൽ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. 199, 299, 399 ആയിട്ട് കിടിലൻ ടീഷർട്സ് എല്ലാം ഉണ്ടായിരുന്നു. അക്ബർ ഡ്രസ്സ് ഇട്ട് നോക്കാൻ പോയ തക്കത്തിന് ആ കണ്ണാടി നോക്കി ഞാനും കുറേ കോപ്രായൊക്കെ കാണിച്ചു. പിന്നെ നോക്കിയപ്പോഴാണ് 399 കുറേ ചെരുപ്പുകൾ കിടക്കുന്നത്. അത്യാവശ്യം നല്ല ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്നൊരു ചെരുപ്പ് കൊടുത്തതിന് ശേഷം ബില്ലടിക്കുന്ന സെക്ഷനിൽ പോയി. ഇതാണ് സ്റ്റുഡിയോയിലെ ബില്ലടിക്കുന്ന സെക്ഷൻ. അവിടെ കുറേ ആളുകളൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ എങ്ങനെയെങ്കിലും കയറി ബില്ലടിക്കുന്ന സെക്ഷനിൽ കയറി. അങ്ങനെ ബില്ലൊക്കെ അടിച്ചതിന് ശേഷം നേരെ പുറത്തിറങ്ങി. അവിടെ നിന്ന് ഞാനും അക്ബറും കൂടെ നേരെ വിട്ടത് നമ്മളെ തട്ടാമലയിലോട്ട്. അപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കും തട്ടാമല എന്താണെന്ന്. ഈ കാണുന്ന തിരക്ക് കണ്ട, ഇതാണ് തട്ടാമലയിൽ പോകാൻ കാരണം. പ്രത്യേകിച്ചൊന്നുമില്ല, ചായ കുടിക്കാൻ പോയതാ. ഈ കാണുന്ന കടികളെല്ലാം 5 രൂപയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പോയത്. അവിടെ നിന്ന് ചായയും കടിയും കഴിച്ച് പോയപ്പോൾ നമ്മൾ ശരിക്കും പെട്ടത്. വേറൊന്നുമില്ല, അന്യായ ബ്ലോക്കാണ്. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട ബ്ലോക്കല്ല ഇത്. വൈകുന്നേരം ആയിട്ട് തിരിച്ചു പോകുമ്പോൾ നല്ല ബ്ലോക്കാണ്. നമ്മൾ കുറേ നേരം ആ ബ്ലോക്കിൽ തന്നെ അവിടെ കിടന്നു. അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വണ്ടിയൊക്കെ എടുത്ത് തിരിച്ച് നേരെ വീട്ടിലേക്ക് പോകും. അപ്പോൾ ശരി, ബാക്കി നാളെ.